മദീന. പല ഗോത്രങ്ങളും മതവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു നഗരം. അറബ് ഗോത്രങ്ങൾ, യഹൂദ സമൂഹങ്ങൾ, പുതിയതായി അവിടെ എത്തിയ മുസ്ലിങ്ങൾ, ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു സമൂഹം. പക്ഷേ അതിനൊരു ക്രമവും നിയമവും ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു പുതിയ തീരുമാനം രൂപം കൊണ്ടു. ഒരു കരാർ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാമൂഹിക ഉടമ്പടി. അതാണ് ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ട മദീന കരാർ. ഈ കരാറിലെ വ്യവസ്ഥകൾ വളരെ ലളിതമായിരുന്നു. മദീനയിലെ എല്ലാവരും വ്യത്യസ്ത മതങ്ങളും ഗോത്രങ്ങളുമായിരുന്നാലും ഒരു സമൂഹമായി ജീവിക്കണം. ഒരാൾക്കെതിരെ ആക്രമണമുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് സംരക്ഷിക്കണം. അനീതിക്കിവിടെ സ്ഥാനമില്ല. നീതിയാണ് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു നഗരത്തിനു വേണ്ടി എഴുതപ്പെട്ട ഒരു സാമൂഹിക ഭരണഘടന മദീനയിൽ രൂപം കൊണ്ടു. മദീന കരാറിനു ശേഷം ഒരു പുതിയ ജീവിതം ഇവിടെ ആരംഭിച്ചു. മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകൾ, മദീനയിലെ അൻസാറുകൾ ഇനി രണ്ട് വേറിട്ട സമൂഹങ്ങളായിരുന്നില്ല. അവർ ഒരു കുടുംബമായി മാറി. ചിലർ പുതിയ വീടുകൾ പണിതു, ചിലർ ഭൂമിയിൽ ജോലി ചെയ്തു, ചിലർ സഹോദരന്മാരെ പോലെ തമ്മിൽ സഹായിച്ചു. മദീനയിൽ രൂപം കൊണ്ട ഈ പുതിയ സമൂഹത്തിന് ഒരു കേന്ദ്രം ആവശ്യമായിരുന്നു. ആരാധനയ്ക്കും പഠനത്തിനും കൂടിച്ചേരലിനും ഒരു സ്ഥലം. അങ്ങനെ മദീനയുടെ ഹൃദയത്തിൽ ഒരു ലളിതമായ നിർമ്മാണം ആരംഭിച്ചു. മണ്ണുകൊണ്ടുള്ള മതിലുകൾ, ഈന്തപ്പനയുടെ തണ്ടുകൾ തൂണുകളായി, പനയിലകൾ മേൽക്കൂരയായി. ആ നിർമ്മാണത്തിൽ എല്ലാവരും പങ്കെടുത്തു. അൻസാറുകളും ഒരുമിച്ച് കല്ലുകളും മണ്ണും ചുമന്നു. നേതാവും സാധാരണക്കാരനും ഒരുപോലെ ജോലി ചെയ്തു. അങ്ങനെ ലാളിത്യത്തിൽ പണിത, ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ ഇന്നും ആരാധന നടത്തുന്ന മദീനയിലെ മസ്ജിദെ നബവി. അത് ഒരാരാധനാലയം മാത്രമല്ലായിരുന്നു, ഒരു സമൂഹത്തിന്റെ ഹൃദയം കൂടിയായിരുന്നു. മദീനയിൽ പുതിയ സമൂഹം രൂപം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീതിയും ക്രമവും അതിൻ്റെ അടിത്തറയായി മാറി. ആളുകൾ അവരുടെ പ്രശ്നങ്ങളും തർക്കങ്ങളും പരിഹാരം തേടി മുന്നോട്ടു വന്നു. അത്തരത്തിലുള്ള നിമിഷങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹുയുടെ വ്യക്തിത്വം കൂടുതൽ വ്യക്തമായി. അദ്ദേഹം ശക്തനായിരുന്നു, പക്ഷേ അതിലും ശക്തമായിരുന്നത് അദ്ദേഹത്തിൻ്റെ നീതിബോധമായിരുന്നു. ആരായാലും ശരി, സമ്പന്നനോ ദരിദ്രനോ, സ്വന്തമാളോ അന്യനോ, സത്യം എവിടെയാണോ അവിടെയാണ് അദ്ദേഹം നിന്നത്. മദീനയിലെ ആളുകൾ പതിയെ തിരിച്ചറിഞ്ഞു, ഈ മനുഷ്യൻ കഠിനനായവനാടാം, പക്ഷേ അനീതിക്ക് മുന്നിൽ ഒരിക്കലും തലകുനിയാത്തവൻ. പിന്നീട് ചരിത്രം അദ്ദേഹത്തെ വിളിച്ചു അൽ ഫാറൂഖ്, അതായത് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാൻ കഴിവുള്ളവൻ.